സാധാരണ നിലയിൽ എന്തു പറഞ്ഞാലും മറുപടി പറയാനുള്ള ഊർജമെങ്കിലും ബാക്കി ഉണ്ടാവുമായിരുന്നു. ഇവിടെ ഇങ്ങനെ തല കുനിച്ച് നിൽക്കേണ്ടി വന്നത് ആദ്യമായിട്ടാ. ഇവിടെ അല്ലല്ലോ, ശരിക്കും നാണം കെട്ടത് അവൾക്ക് മുമ്പിലല്ലേ. നീ ഇനി ഒന്നും ചെയ്ത് ബുദ്ധിമുട്ടണ്ട, തോൽപ്പിക്കാൻ നടക്കുന്നു. അമ്മമ്മ, try to understand my... മിണ്ടരുത്. എങ്ങനെയെങ്കിലും ഒന്തി തള്ളി ഒരു 6 മാസം തേക്കണമെന്ന് പറഞ്ഞപ്പോ ഓരോന്ന് കെട്ടിയെടുത്തോണ്ട് കൊണ്ടുവരും. കളിച്ചാ ജയിക്കണം, അല്ലാത്തവര് കരക്കിരിക്കാനേ പാടുള്ളൂ. മനസ്സിലായോ? തലേന്ന് ഇപ്പോഴും ആ മൂളില് പോയിട്ടില്ല. ഇവിടുന്ന് പോവേണ്ടി വരും പറഞ്ഞ് കരഞ്ഞില്ലേ, അതിന്റെ. ആ സൂര്യനാരായണൻ സാറിന് CCTVയുടെ ബുദ്ധി തോന്നിപ്പിച്ച് നന്നായി. അത് കേട്ടപ്പോഴേ രമ്പയുടെ മുത്ത രക്തം പറ്റി. കുറച്ചു കാലം കൂടി നമുക്ക് ആയുസുണ്ട്. അത് കഴിയുമ്പോ പുതിയ പ്രശ്നങ്ങൾ വന്നോളും. ദേ, നീ കരുനാക്ക് വളച്ചൊന്നും പറയല്ലേ. പിന്നെ ഞാനല്ലേ വിധിക്കുന്നതും തീരുമാനിക്കുന്നതും ഒക്കെ. പത്മിനി, ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അവളുടെ മുഖത്ത് ശരിക്കും ആസിഡ് ഒഴിക്കാനാണോ? എന്നാലേ ഞാൻ ഒഴിച്ചോളാം. രംഭയുടെ കാര്യത്തിലല്ല, ഋഷി സാറിന്റെ കാര്യത്തിൽ. എന്താ? ഋഷി സാറുമായി നമുക്കുണ്ടായിരുന്ന അടുപ്പം ഇനി ഉണ്ടായിക്കൂടാ. ഒന്നും മിണ്ടായിരുന്നേ. ആകപ്പാടെ ഈ കോളേജിൽ പിടിവള്ളിയുള്ളത് സാറാ. അതും കൂടി വേണ്ടെന്ന് വെക്കണോ? വേണം. ക്യാമ്പസ് മുഴുവൻ തെറ്റിദ്ധരിക്കപ്പെടുന്ന രീതിയിലുള്ളൊരു സൗഹൃദം നമുക്ക് വേണ്ട. നമുക്കും സാറിനും ഒക്കെ അതാ നല്ലത്. അപ്പോ മറ്റധ്യാപകരെ കാണുന്ന പോലെ സാറും. അല്ലാതെ ഒന്നിച്ച് നടക്കുന്ന ഏത് കാര്യത്തിലും കൂടെ നിൽക്കുന്ന രീതി വേണ്ട. നമ്മളത് മനസ്സിലാക്കി ഒഴിഞ്ഞു മാറണം. വാ. കവനി, എവിടായിരുന്നു രണ്ടാളും? ഞാൻ കുറെ തെരഞ്ഞു. എന്തായാലും ഭീഷണി കഴിഞ്ഞല്ലോ. വരൂ, നമുക്ക് ക്യാൻറ്റീനിൽ പോയി ഒരു കാപ്പി കുടിക്കാം. പത്മിനി, തന്റെ ഫേവറേറ്റ് കട്ട്ലറ്റ് ഉണ്ടാവും. വാ. കവനി വരുന്നില്ലേ? എന്താടി? ഞങ്ങൾ വരുന്നില്ല സാർ. ഇനി മുതൽ ഇങ്ങനെയൊന്നും സാറ് വിളിക്കരുത്. എന്തു പറ്റി? ഒന്നുമില്ല, അങ്ങനെ മതിയെന്ന് തോന്നി. ഓ, താൻ റിസർവ് ആകുകയാണോ? നേരത്തെ പറഞ്ഞിട്ട് ബാക്കിയായിരിക്കും. ബാക്കിയല്ല, തീരുമാനമാണ്. എന്നാ കേക്കട്ടെ. ഇനി മുതൽ മറ്റുള്ള കുട്ടികളോട് കാണിക്കുന്ന അടുപ്പം മാത്രം സാർ ഞങ്ങളോട് കാണിച്ചാൽ മതി. ഞങ്ങളും അങ്ങനെ പെരുമാറും. സോറി, എനിക്കങ്ങനെ സ്വഭാവത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഷട്ടിടാൻ അറിയില്ല. ഞാൻ എന്നും ഇതുപോലെ തന്നെ ആയിരിക്കും. എങ്കിൽ ഞാൻ അങ്ങനെ ആയിരിക്കില്ല. നിർത്തടോ. താൻ എനിക്കുണ്ടാവുന്ന നാണക്കേടിനെ കുറിച്ചാണോ പറയുന്നത്? സത്യത്തിൽ ഞാൻ തനിക്കൊരു ബാധ്യതയെന്ന് തോന്നലുണ്ടോ? പറ. വിളിച്ചു പറഞ്ഞവരെ വിവരമില്ലാത്തവരെന്ന് പറയാം. അത് ആവർത്തിക്കുന്ന തന്നെ എന്താ വിളിക്കേണ്ടത്? സർ, നിങ്ങൾ തമ്മിലിങ്ങനെ വഴക്കിടല്ലേ. അത് നിങ്ങൾക്ക് രണ്ടാൾക്കും സഹിക്കാൻ പറ്റില്ല. എന്താ സഹിക്കാൻ പറ്റാത്തത്? എന്തായാലും ഇനി ഒരു ഭ്രാന്ത് കാണിക്കാനും ഞാനില്ല. രംഭയെ കാണിക്കാൻ വേണ്ടി കരുത്തി കൂട്ടി ഒന്നിച്ച് നടന്നിട്ടുണ്ട്, വെല്ലുവിളിച്ചിട്ടുണ്ട്. അതല്ലാതെ സിൻസിയറായി ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് കൂടി പറയടോ. അതല്ലാതെ സിൻസിയറായി ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് കൂടി പറയടോ. എനിക്ക് പറയാൻ മടിയൊന്നുമില്ല. ഞാൻ അല്പം അകലം കാണിക്കും. എനിക്ക് പഴയതുപോലെ ആവാൻ പറ്റില്ല. ഷടപ്പ്. താൻ പറയുമ്പോ അകലാനും അത് കഴിയുമ്പോ അടുക്കാനൊക്കെ ഞാനെന്ത് യന്ത്രപ്പാവയോ? താനൊരു തീരുമാനം എടുത്തിട്ട് അത് തിരുത്തണമെന്ന് പറയാൻ ഞാൻ പിന്നാലെ വരുമെന്ന് തോന്നുന്നുണ്ടോ? എന്റെ പിന്നാലെ വരണ്ട. കബനി, പറയട്ടെ പത്മിനി,
എന്നെ തെറ്റുകാരനായി വ്യാഖ്യാനിക്കുന്നെങ്കിൽ അതും ചെയ്യട്ടെ. ഞാനാരെ ശല്യപ്പെടുത്താൻ വരില്ല. എടി സാറ് പോവാ, നീ ചെന്ന് വിളിക്കേ. കബനി പോട്ടെ, ഒന്ന് മുറിയണം, എന്നാലേ എല്ലാം ശരിയാവും. കബനി, കഴിക്കാൻ പോവാ. ഞാനില്ല. ദേ, ഇന്നലെ നമുക്ക് രണ്ടാൾക്കും വിശപ്പില്ലായിരുന്നു. അതിന് കാരണം ഉണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മാറിയില്ലേ, പിന്നെന്താ? നീ കുറ്റക്കാരിയല്ല. നമുക്ക് കോളേജിൽ നിന്നും പോകണ്ട. എല്ലാരും നമ്മളോട് സോറിയും പറഞ്ഞു. പിന്നെന്താ? ഒന്നുമില്ല. ഓ, മനസ്സിലായി. നിന്റെ വിഷമം ആ കാര്യത്തിനല്ലേ? ഋഷി സാറിനോട് മുഷ്ണിയതിന്റെ പേരിലല്ലേ? നിന്റെ ഭാഗത്താടി തെറ്റ്. സാറ് നന്നായിട്ടല്ലേ ഉപദേശിച്ചത്? അതിന് നീ പൊട്ടിത്തെറിക്കേണ്ട കാര്യം എന്തായിരുന്നു? പിന്നെ ഉപദേശിക്കുന്നത് കുറ്റപ്പെടുത്തുന്ന പോലെ ആയാ പിന്നെ ഞാൻ എന്താ ചെയ്യാ? എടീ, ശത്രുവായിട്ട് കാണുന്നവര് പറയുന്നത് പോലെ അല്ല സാറ്. ഒരു വാക്ക് പറയുമ്പോ മറ്റുള്ളവർക്ക് എത്ര വേദനിക്കുമെന്ന് ചിന്തിക്കണ്ടേ? അത് നീ ചിന്തിച്ചോ? നീയും ഒട്ടും കുറയാതെ പറയുന്നുണ്ടായിരുന്നല്ലോ. അല്ല, സത്യത്തില് ഇപ്പൊ എന്തിനാ ടെൻഷൻ? സാറ് അതൊക്കെ വിട്ടിട്ടുണ്ടാവും. നാളെ കണ്ട പഴയ പോലെ ആവുകയും ചെയ്യും. ഇല്ല, സാർ ഇനി പഴയതുപോലെ ആവില്ല. വേണ്ടെങ്കി വേണ്ട. നീ എപ്പോഴും പറയാറില്ലേ, പഠിപ്പിക്കുന്ന സാറും കുട്ടിയും ആ റിലേഷൻ മതിയെന്ന്? പിന്നിപ്പ എന്താ? എന്തായാലും ഇതിന്റെ പേരില് സാർ പഠിപ്പിക്കുന്നൊന്നും കുറക്കില്ല. അല്ലാതെ എന്തെങ്കിലും വിഷമം തോന്നുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം വേറെയാ. എന്ത് കാര്യം പറഞ്ഞാലും നീ അത് അവിടെ എത്തിക്കും. പത്മിനി, ദേ അയ്യടാ. എടി, ഒരു ചെറിയ പിണക്കത്തിന്റെ പേരില് ഭക്ഷണം കഴിക്കാതെയും ഉറങ്ങാതെയൊക്കെ ഇരിക്കണെങ്കില് ഉള്ളിൽ നല്ല മുട്ടം പ്രേമം തന്നെ ഉണ്ടാവണം. നിർത്തടി, ഒറ്റ ആടി ഞാൻ തന്നാണ്ടല്ലോ. തന്ന ഞാൻ കൊള്ളും. ശരി, ഈ കോളേജില് നമ്മൾ വന്നത് ഒന്നിച്ചാണോ? ഋഷി സാറിനെ പരിചയപ്പെട്ടത് ഒന്നിച്ചാണോ? ചിരിച്ചതും കളിച്ചതും ഒക്കെ ഒന്നിച്ചാണോ? എന്നിട്ട് എനിക്കിപ്പോ ടെൻഷനൊന്നും ഇല്ലല്ലോ. അതെ, നിനക്ക് നന്ദി ഇല്ലാത്തത് കൊണ്ടാ. പഴയതൊക്കെ ഓർക്കണം, അപ്പൊ വിഷമം വരും. ഓ, അങ്ങനെ ഓർത്താ വിഷമിക്കുന്ന കാര്യങ്ങളൊന്നും എനിക്ക് ഋഷി സാറുമായിട്ട് ഇല്ല. പണ്ട് ശകുന്തലൊക്കെ ഇരിക്കുന്ന രീതി ഇപ്പൊ നിന്റെ വിരഹം. അതെ, കാമുകിമാർക്ക് മാത്രമുള്ള സ്പെഷ്യലാ. മര്യാദയ്ക്കൊന്ന് കഴിക്കടി, അല്ലെങ്കിൽ നാളെ കോളേജിൽ കാണുന്ന എല്ലാരോടും ഞാനിത് പറയും. നീ നാറു കേട്ടോ. എന്നാലേ നിന്നെ ഞാൻ കൊല്ലും. എനിക്ക് വയറ് വിഷന ഞാൻ പ്രതികാരം ചെയ്യില്ലേ? വാ പാടി, വാ കഴിക്കാൻ പോവാ. വാ, പെണങ്ങല്ലേടി, നിന്റെ ദേഷ്യം കാണാനല്ലേ ഞാനിതൊക്കെ പറഞ്ഞേ. നിനക്ക് നല്ല വിഷമുണ്ടാവും, എനിക്കറിയാം. കുറച്ചു നേരം നീ സങ്കടപ്പെട്ടോ, അത് നിന്റെ അവകാശം. പക്ഷേ ഒരുറപ്പ് ഞാൻ തരാം. നമ്മൾ അറിയുന്ന ഋഷി സാറിന് ഇനി നിന്നോട് മിണ്ടാതിരിക്കാൻ പറ്റില്ല. നിങ്ങൾ രണ്ടാളും പാവങ്ങളാ, അതുകൊണ്ടാ. ഞാൻ പോയി നമുക്ക് രണ്ടുപേർക്കുള്ള ഫുഡ് ഇങ്ങോട്ട് കൊണ്ടുവരാം. അതുവരെ നീ ചിന്തിച്ച് കാട് കയറിക്കോ.
ഋഷി, ഞാനും മമ്മി ഒരു സ്ഥലം വരെ പോവുക. മമ്മിയുടെ ഫ്രണ്ടിന്റെ ഹൗസ് വാമിങ്ങാ. നാളെ പോകാൻ പറ്റില്ല. അതാ. നീ ഇവിടെ ഉണ്ടാവുമോ അതോ എവിടെയെങ്കിലും പോവോ? എന്താ വേണ്ടത്? എന്തു പറ്റിയ നിനക്ക്? നീ ആകെ മൂഡ് ഓഫ് ആണല്ലോ. ഏട്ടൻ എങ്ങോട്ടാ പോണ്ടെന്ന് വെച്ചാ പോ. എന്തിനാ എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നേ? എടാ, ഞാൻ നിന്റെ ഏട്ടനാ. ഓ, അതെനിക്ക് പുതിയ ഇൻഫർമേഷന്. താങ്ക്സ്. നീ കളിയാക്കുകയാണോ? ഞങ്ങൾ തിരിച്ചു വരുന്നവരെ നീ ഇവിടെ ഉണ്ടാവണം, കേട്ടല്ലോ? ഓ, അടിയൻ. ഛെ. എന്താ വരുൺ? ആ, ഇവിടെ തന്നെ ഉണ്ടാവണമെന്ന് ഞാൻ അവനോട് പറഞ്ഞതാ മമ്മി. അവൻ വേറെ ഏതോ മൂടില്ല. അവന് വേറെന്താ ഉള്ളത് ആ കോളേജ് അല്ലാതെ? അവിടെ ഇപ്പോ ക്രിമിനൽസിന്റെ വാഴ്ചയല്ലേ? എന്താടാ, അവസാനിച്ചോ അതൊക്കെ? അല്ല, ആരും മമ്മി വിളിച്ച് പറഞ്ഞില്ലേ? എന്നോട് ആര് പറയാൻ? അല്ല, അവിടെന്തോ നടന്നപ്പോ മമ്മിക്ക് കൃത്യമായ നിർദ്ദേശം കിട്ടി. അപകടം പറ്റിയത് കൊട്ടാരമുറ്റത്തെ കുട്ടിക്കാണ്, അതുകൊണ്ട് ഞാൻ ഇടപെടരുതെന്ന് മമ്മി വിലക്കിയല്ലോ. അതിനെന്താ? ഇപ്പോ രംഭ വാദിയല്ല, പ്രതിയാണ്. മമ്മി ഈ പറഞ്ഞ ക്രിമിനൽസിനെ ക്യാമ്പസിൽ സഹായിക്കാൻ ശ്രമിച്ച പ്രതി. അപ്പോ മമ്മിക്കൊന്നും തിരുത്താനില്ലേ? ഉണ്ടാവില്ല. തെറ്റ് ചെയ്തിട്ടില്ലാന്ന് തെളിഞ്ഞത് ഒരു പാവം പെൺകുട്ടിയാണല്ലോ. അവളെ ന്യായീകരിച്ചിട്ട് എന്ത് നേട്ടം ഉണ്ടാവാൻ, അല്ലേ? ഒന്നും പറയാനില്ലേ? നീ പറയുന്ന കുട്ടിയുടെ ലോക്കൽ ഗാർഡിയനൊന്നും അല്ല ഞാൻ. അല്ലാന്ന് ഉറപ്പാണല്ലോ. അപ്പൊ പിന്നെ അവളെ കുറ്റം പറയാനോ ശിക്ഷിക്കാനോ മമ്മിക്ക് അവകാശമില്ല. നിർത്തടാ. പുറത്തിറങ്ങാൻ നിൽക്കുമ്പോഴാ അവന്റെ ആവശ്യമില്ലാത്തൊരു ഡിസ്കഷൻ. അവൻ പറയട്ടെ വരുൺ. അവന്റെ പക്ഷം ജയിച്ചതിലുള്ള സന്തോഷത്തിലല്ലേ? അല്ല മമ്മി, സത്യം ജയിച്ചതല്ല സന്തോഷം. അത് മമ്മിക്ക് മനസ്സിലാവില്ല. കുറ്റപ്പെടുത്തലുകളിലും കുത്തുവാക്കുകളിലും മുറിയുന്ന മനസ്സുകൾ കൂട്ടിച്ചേർക്കണമെങ്കിൽ ബുദ്ധിമുട്ടുണ്ട്. വരുൺ, നീ വാ. ഇവന്റെ മുമ്പിൽ നിന്ന് ഞാൻ യാത്ര വേണ്ടെന്ന് വെക്കേണ്ടി വരും. തൽക്കാലം കൂടുതലൊന്നും പറയുന്നില്ല. നിന്റെ മാനസികാവസ്ഥ ഞാൻ മനസ്സിലാക്കുന്നത് പോലെ തിരിച്ചു ആവാം, മേലിലെങ്കിലും. ഹലോ മാഷേ, മമ്മിയുടെ മുമ്പില് നല്ല ഫോമിലാണല്ലോ. ഇതൊക്കെ ഡെഡിക്കേറ്റഡ് ടു കബനി ഒള്ളി അല്ലേ? പിന്നല്ലാതെ. എന്റെ അനിയൻ ഒട്ടും വിട്ടുവീഴ്ചയില്ലാതെ സംസാരിക്കണമെങ്കിൽ മാട്രി കബനി തന്നെ ആയിരിക്കണം. ഒന്ന് നിർത്തോ? എല്ലാരും കൂടി ഇങ്ങനെ പറഞ്ഞിട്ടാ കവനി ഇപ്പൊ എന്നോട് സംസാരിക്കുക പോലും ചെയ്യാത്തത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? അതെപ്പോ? എന്ത് പറ്റിയടാ? എനിക്കറിയില്ല ഏട്ടത്തി. ആ ഷോക്കിനിടയിൽ എന്തെങ്കിലും ഒരു ചെറിയ വാക്ക് പറഞ്ഞു പോയാ അതിങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്ക. സോറി പറഞ്ഞാലും മനസ്സിലാവില്ല. മിണ്ടാതെ പോന്നെങ്കിൽ അങ്ങ് പോട്ടെ. ഞാൻ എന്ത് ചെയ്യാനാ? ഓ, അതായിരുന്നു അവന്റെ ആവേശം. ഇതെന്തിനാ ഇപ്പൊ ഇങ്ങനൊരു പിണക്കം? പെട്ടെന്ന് പിണക്കം വരുന്ന ബന്ധുവാണല്ലോ അവര് തമ്മില്. അപ്പൊ അങ്ങനെ നടക്കും. ഷോക്ക് മമ്മിക്ക്, അതാ ബാക്കി. അല്ല, പിണക്കം നീണ്ടു പോവോ? എവിടെ? അവർക്ക് മിണ്ടാതിരിക്കാൻ പറ്റുമോ? ഇവൻ ഇവിടെ ഇരുന്ന് ദേഷ്യം കാണിക്കും, അവൾ അവിടെ ഇരുന്ന് കരയും. അത്ര തന്നെ. നാളെ തന്നെ മിണ്ടിക്കോളും. രംഭ, രംഭ, രംഭ എവിടെ? അകത്തുണ്ട്. വിളിക്ക്.
എന്താ സൂര്യ? ഞാൻ സ്റ്റേഷനിൽ പോയിരുന്നതാ. കോളേജിൽ ചെന്ന ഗുണ്ടകളെ കുറിച്ച് അവൾ നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞിരുന്നു? ഇല്ല. എന്താ? ഏയ്, ചില കാര്യങ്ങൾ എന്നോട് പറയാൻ മടിച്ചാലും നിങ്ങളോട് പറയാറുണ്ടല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. അവൾക്ക് അവരെ ആരെയും അറിയില്ല. അല്ല, ഇപ്പൊ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ എന്താ കാരണം? കുറച്ചു നേരം ക്ഷമിക്കേ. എന്താ ഡാഡി? കോളേജിൽ വന്ന ഗുണ്ടകൾ ആരെങ്കിലും നീയുമായി എന്തെങ്കിലും കണക്ഷൻ ഉള്ളവരാണോ? എന്ത് വിട്ടിത്താ സൂര്യ ഈ പറയുന്നത്? ഇവളെന്താ കൊള്ളക്കാരിയാണോ? മേനക പ്ലീസ്. രംഭ, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയും. എനിക്കറിയില്ല. അവരാരെങ്കിലും നിന്റെ കൂട്ടുകാരുടെ പരിചയക്കാരാണോ? അല്ല. ഉറപ്പല്ലേ? അതെ. എങ്കിൽ പെട്ടെന്ന് ഡ്രസ് ചേഞ്ച് ചെയ്യേ, നമുക്കൊന്ന് പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് പോവാം. എന്തിനാ? കുറ്റവാളികളായ ഗുണ്ടകൾ സ്റ്റേഷനിൽ കൊടുത്തിരിക്കുന്ന മൊഴി ഇവളുടെയും കൂട്ടുകാരുടെയും സമ്മതത്തോടെയാ ക്യാമ്പസിൽ ചെന്നതെന്നാ. അത് കൊള്ളാം. ക്രിമിനലുകളാവുമ്പോ രക്ഷപ്പെടാൻ അങ്ങനെ പലതും വിളിച്ചു പറയും. അതും കൊട്ടാരമുറ്റത്തെ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ അത്രയും ശിക്ഷ കുറഞ്ഞു കിട്ടുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. എന്തായാലും അവർക്കൊരു മറുപടി വേണമല്ലോ. ഞാനും മോളും കൂടി പോവാം. ഇവള് പറയുന്നതാണ് സത്യമെങ്കിൽ ഞങ്ങൾ ഒന്നിച്ചെന്നെ തിരിച്ചു വരും. അതല്ല, അവര് പറയുന്നതാണ് സത്യമെങ്കിൽ ഇവളെ കുറ്റവാളികളുടെ കൂട്ടത്തിൽ വിട്ടിട്ട് എനിക്ക് മടങ്ങേണ്ടി വരും. അവര് പറയുന്നതാണ് സത്യമെങ്കിൽ ഇവളെ കുറ്റവാളികളുടെ കൂട്ടത്തിൽ വിട്ടിട്ട് എനിക്ക് മടങ്ങേണ്ടി വരും. എന്താ, നീ തയ്യാറാണോ അതിന്? പറ. ബാ, ഇറങ്ങാം. ഡാഡി, അത് അവരെ എനിക്കറിയാം. അയ്യോ, എങ്ങനെ? അത് അവർക്ക് രാഹുലിനെ പരിചയം ഉണ്ടായിരുന്നു. ശരി. അവരെന്തിനാ നിങ്ങളെ കാണാൻ വന്നത്? മമ്മിക്കും അമ്മമ്മയ്ക്കും ഈ ന്യൂസ് പുതിയതാണോ? അതോ ഈ പ്ലാനിങ് എല്ലാവരും കൂടിയായിരുന്നോ? ഞാൻ ഇപ്പോഴാ ഇത് കേൾക്കുന്നത്. ഇവളിതൊന്നും ഞങ്ങളോട് പറഞ്ഞിരുന്നില്ല സൂര്യ. പറ. അത് ഞങ്ങളൊന്നും പറഞ്ഞതല്ല. അവർക്ക് കബനിയോട് എന്തോ വൈരാഗ്യം ഉണ്ടായിരുന്നു. അത് തീർക്കാൻ അവർക്ക് കബനിയുടെ മുഖത്ത് ആസിഡ് ഒഴിക്കണം. സ്വന്തം ക്ലാസ്സിലെ ഒരു പെൺകുട്ടിക്ക് നേരെ അത്രയും വലിയൊരു ആക്രമണം പ്ലാൻ ചെയ്യുമ്പോ വാട്ട് വാസ് യുവർ റോൾ? എന്തായിരുന്നു നിന്റെ സ്ഥാനം? ആസൂത്രണമോ നടത്തിപ്പോ? സൂര്യ, സൂര്യ, ആരുടെ കൂടെയാണ് ഇവള് കൂട്ടുകാരെന്ന് അറിയാമോ? ഈ നഗരത്തിലെ നൊട്ടോറിയസ് ക്രിമിനൽസിന്റെ കൂടെ. എന്നിട്ട് അബദ്ധം പറ്റി ആസിഡ് സ്വന്തം മുഖത്ത് വീണപ്പോ അതിന് കബനി ഇവൾ കാരണക്കാരിയാക്കി. എന്താടി ഇത്? രംഭ, സത്യമാണ് ഈ പറഞ്ഞതൊക്കെ? ആന്റി, പറ. ഇനി എന്റെ മുമ്പിൽ ഒരു പെർഫോമൻസ് ആണ് ഉദ്ദേശമെങ്കിൽ അത് വേണ്ട. സൂര്യ പ്ലീസ്. സൂര്യ, എന്താ ഇത്? കൊട്ടാരമുറ്റത്ത് പോലീസുകാർ വന്ന് ഇവളെ അറസ്റ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻ ഉണ്ടാവരുത്. അതിനേക്കാൾ നല്ലത് ഞാൻ തന്നെ ഇവളെ ഹാജരാക്കുന്നതാ. സൂര്യ, നമ്മുടെ മോളുടെ ഭാവി ഓർത്തെങ്കിലും പ്ലീസ്. മമ്മിക്കും അമ്മമ്മയ്ക്കും ഭാവിയെ പറ്റി ഉണ്ടായ കരുതലാ ഇവളെ ഇവിടെ കൊണ്ടെത്തിച്ചത്. ഡാഡി, ഞാൻ വേണമെങ്കിൽ കബനിയോട് മാപ്പ് പറയാം. കോളേജിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് മാപ്പ് പറയാം. സൂര്യ, ഇവള് കാണിച്ചത് അവിവേകം തന്നെയാ. എന്നാലും നമുക്കൊന്ന് ക്ഷമിക്കാവുന്നതല്ലേ ഉള്ളൂ. അടിച്ചു കൊല്ലണം ഇവളെ. അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് അതാണ് ചെയ്യേണ്ടത്. സൂര്യ, ഞാൻ കാല് പിടിക്കാം പ്ലീസ്. കൊട്ടാരമുറ്റത്ത് ഇട്ടുമുടാൻ പണവും സമൂഹത്തിൽ സ്വാധീനമുള്ളതുകൊണ്ട് പോലീസുകാർ ചിലപ്പോൾ അനുസരിക്കും. എന്നിട്ട് എന്തിന്? ഇവിടെ നിന്ന് തിരുത്തോ? നിങ്ങളോ?
മേനക, മോളെ തന്നിഷ്ടത്തിന് വളർത്തുന്നതില് പരമാവധി ജയിച്ചിട്ടുണ്ട് താൻ. പക്ഷെ ഇപ്പൊ അവൾ എത്തി നിൽക്കുന്ന പൊസിഷൻ നരകത്തിനും താഴെയാ. അതാണ് നീ എന്ന അമ്മയുടെ സമ്മാനം. ജയിക്കാൻ വേണ്ടി മാത്രം പഠിപ്പിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ അത് നന്മയുടെ വഴിയിലായിരിക്കണമെന്ന് ശടിക്കണം. അല്ലെങ്കിൽ അമ്മ എന്ന വാക്കിന് അർത്ഥമില്ല. മകൾക്ക് വേണ്ടി എന്ത് ചെയ്തുവെന്ന് നിന്റെ മമ്മി ആവർത്തിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തിട്ടും നിന്നെ അവരോടൊപ്പം ലോക്കപ്പിലേക്ക് വിടാത്തത് എന്റെ സ്വാർത്ഥത തന്നെയാ. ആ സ്വാർത്ഥതയാ അച്ഛന്റെ സ്നേഹവും കടമയും ഒക്കെ. പക്ഷേ ഇനി ഒരിക്കൽ ഇതുപോലൊരു സിറ്റുവേഷൻ ഉണ്ടായാൽ നീ ലോക്കപ്പിലായാലും ഞാൻ വിഷമിക്കില്ല. കബനിക്ക് ഇനി ഒന്നും സംഭവിക്കരുത്. മനസ്സിലായോ? എന്നാലും ഇത്രയും നേരം നമ്മളെ പൊട്ടം കളിപ്പിക്കായിരുന്നില്ലേ മേനകെ? രംഭ, നീ എന്താ ഇത് പറയാതിരുന്നത്? ആ ഗുണ്ടകളുമായിട്ടൊക്കെ